കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് കുറച്ച് നാളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് കേട്ടോ. ഞാൻ ഈ പറയപ്പെടുന്ന നാളുകാർ ഒരു വീട്ടിൽ, ഈ രണ്ട് നാളുകാർ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മഹാരാജയോഗം എന്നാണ് പറയുന്നത്. ആ നാളുകാർ ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണ് അവരുടെ ഉയർച്ചയും ഉന്നതികളുമായിട്ടുണ്ടാകുന്നതെന്ന് നോക്കാം. അപ്പം ഈ 11 നക്ഷത്ര ജോഡികളാണ് ഇത് കേട്ടോ. ആ വീടിൻ്റെ ഐശ്വര്യത്തെയും ഭാഗ്യത്തെയും എല്ലാത്തിനെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. ചില പ്രത്യേക നക്ഷത്രക്കൂടുകൾ ഒന്നിച്ച് വരുന്നതാണ് രാജയോഗം പോലുള്ള സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ചിലത് ദോഷകരമായിട്ടും വരും, ചിലത് നല്ലതായിട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഉത്രം അത്തം ആണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. സാമ്പത്തികമായിട്ട് ഉയർച്ചയും അഭിവൃദ്ധിയും നൽകുന്നതാണ്. അതായത് ഇത് ഒരു വീട്ടിൽ ജ്യേഷ്ഠനായിട്ടോ അനിയത്തിയോ അനിയന്മാരോ അങ്ങനെ ഒരു വീട്ടിൽ 2 നക്ഷത്രം വരുമ്പോഴുള്ള ഒരു രാജയോഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അടുത്തായിട്ട് പൂയം പുണർദം, ഇത് രണ്ടും കൂടി ഒരു വീട്ടിൽ വരികയാണെങ്കിൽ സകല കാര്യ വിജയവും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ പ്രധാനമുള്ള മറ്റൊരു കാര്യമാണ് അശ്വതിയും രേവതിയും. ഇത് ഒരു വീട്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകാൻ സഹായിക്കുന്നു. അതുപോലെ അച്ഛനും അമ്മയ്ക്കും ഐശ്വര്യവും നേട്ടവും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതാണ് ഉത്രാടവും തിരുവോണവും. സാമ്പത്തിക ഭദ്രതയ്ക്കും തലമുറകളോളം നീണ്ടു നിൽക്കാനുള്ള ഐശ്വര്യവും നൽകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആയില്യം മകം, വീട്ടിലുള്ളവർക്ക് ദീർഘായുസ് നൽകാനും ആരോഗ്യകരമായി ഇരിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. അടുത്തത് ചതയവും പൂർട്ടാതിയും ഒരേ വീട്ടിൽ വരികയാണെങ്കിൽ കുബേരയോഗമാണ് ഉണ്ടാകുന്നത്. കുബേരയോഗവും ധനപരമായ പുരോഗതിയും ആണ് നൽകുന്നത്. അതുപോലെ തന്നെ തൃക്കേട്ടയും അനിഴവും ഒരേ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ അധികാര സ്ഥാനങ്ങളും പ്രശസ്തിയും തേടി വരാൻ സഹായിക്കുന്നു. അതുപോലെ തിരുവാതിര മകയിരം, ഇത് രണ്ടും കൂടെ ഒരു വീട്ടിൽ വന്നാൽ ഭാഗ്യദോഷങ്ങൾ മാറി കാര്യവിജയങ്ങൾ കൈവരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ ദോഷ ഫലങ്ങളും ഉണ്ട്, നല്ല ഫലങ്ങളും ഉണ്ട്. വിശാഖവും ചോദ്യം അപൂർവമായി ഈ കൂട്ടുകെട്ട് ആ വീടിനെ സംരക്ഷിക്കുന്നു. അവിട്ടം തിരുവോണം ജീവിതാഭിലാഷങ്ങളെല്ലാം നിറവേറാനും അതുപോലെ സമാധാനപരമായിട്ടുള്ള ജീവിതത്തിനും ഇത് സഹായിക്കുന്നു. ഇനി ദോഷകരമായ കുറച്ച് നക്ഷത്രങ്ങളുണ്ട്. ഈ ദോഷകരമായ നക്ഷത്രങ്ങൾ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ദുരിതങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും മരണങ്ങൾക്ക് തന്നെ കാരണമായേക്കാവുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഒരു 5 നാളുകാരുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു വെച്ചേക്കാം. കാർത്തിക അശ്വതി, ഇത് രണ്ടും കൂടെ ഒരു വീട്ടിൽ വരരുത്. അതായത് ചേട്ടനനിയന്മാരുടെ ആരെയായാലും നക്ഷത്രങ്ങളിൽ കാർത്തിക അശ്വതി ഒരു വീട്ടിൽ വരുന്നത് ദോഷമാണ്. അതുപോലെ തന്നെ ഉത്രാടവും അവിട്ടവും ഒരു വീട്ടിൽ തന്നെ വരരുത്. തൃക്കേട്ടയും പൂരാടവും കൂടെ ഒരു വീട്ടിൽ വരുന്നത് ദോഷകരമാണ്. ഭരണിയും രേവതിയും ഒരു വീട്ടിൽ വരുന്നത് ദോഷകരമാണ്. അതുപോലെ തന്നെയാണ് ആയില്യവും പൂരവും ഒരു വീട്ടിൽ വരുന്നത് ദോഷകരമാണ്. അപ്പം ഇതിനുള്ള പരിഹാരങ്ങൾ ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരങ്ങൾ. അതുപോലെ രക്തപുഷ്പാഞ്ജലി നടത്തുക, അല്ലെങ്കിൽ ഐക്യമക്ത സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ദോഷം മാറാനായിട്ടുള്ള പ്രതിഫലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഏറ്റവും കൂടുതലും ദേവീക്ഷേത്രത്തിൽ പോയി വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതാണ് ഉത്തമമായിട്ടാണ് കാണുന്നത്.